കെ മുരളീധരനെതിരെ പത്മജ വേണുഗോപാൽ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു, അതും വട്ടിയൂർക്കാവിൽ. അപ്പോൾ അതിന് പത്മജ പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല, പക്ഷെ പാർട്ടി പറഞ്ഞാൽ ചിലപ്പോൾ മത്സരിച്ചേക്കാം. ഇപ്പോൾ കൃത്യമായ ഒരു മറുപടിയുമായി പത്മജ വന്നിരിക്കുകയാണ്. കെ മുരളീധരനെതിരെ മത്സരിക്കുന്നില്ല എന്നുള്ളത് ഒരു കുടുംബ പോരാട്ടത്തിലേക്ക് എത്തിക്കാതെ കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പക്വതാപരമായ ഒരു തീരുമാനം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ഇപ്പോൾ തൃശ്ശൂരിൽ പത്മജ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുന്നത്. പലരും പത്മജ മത്സരിക്കുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ താൻ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ വെറും ചുരുക്കം വോട്ടുകൾക്ക് ഒരു തവണ മത്സരിച്ച് തോറ്റുപോയ ആളാണ് പത്മജ വേണുഗോപാൽ. അപ്പോൾ ഈ ഒരു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലൊരു തോൽവി ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. ഹർഷ, ഈ പത്മജ വേണുഗോപാലിന്റെ ഈ രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ 3 തെരഞ്ഞെടുപ്പുകളായിരുന്നു പത്മജ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് 3 പരാജയമായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. 3 ആ ഒരു സമയത്ത് പത്മജ വേണുഗോപാൽ കോൺഗ്രസിലെ അംഗമായിരുന്ന ഒരു സമയമായിരുന്നു. 96 പത്മജ കോൺഗ്രസിലേക്ക് എത്തുന്നത്. അതിനുശേഷം മുകുന്ദപുരത്താണ് ഈ പത്മജ വേണുഗോപാൽ ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്നത്. ആ സമയത്ത് തോൽവിയായിരുന്നു ഏറ്റുവാങ്ങേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അതിനുശേഷം പിന്നീട് 2 തെരഞ്ഞെടുപ്പുകളിലും തോൽവി ഉണ്ടായി. ഈ അവസാന തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ, ബാക്കി 2 തെരഞ്ഞെടുപ്പും തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്നായിരുന്നു മത്സരിച്ചത്. അതും അധികം വൻ ഭൂരിപക്ഷത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല CPM ജയിച്ചിട്ടുണ്ടായിരുന്നത്. നേരിയ ഭൂരിപക്ഷത്തിലായിരുന്നു. എന്നാലും 2 തവണയും പത്മജയ്ക്ക് തോൽവിയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പോ അങ്ങനെ നോക്കുന്ന ഒരു സമയത്ത് കെ മുരളീധരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് പത്മജയ്ക്ക് തോൽവിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അത് BJP എന്ന് പറയുന്നത് അങ്ങനെ അങ്ങ് തോൽക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് നിർത്തില്ലല്ലോ. കാരണം BJP ടിക്കറ്റിൽ ആദ്യമായിട്ടാണ് പത്മജ ഈ പറയുന്ന രീതിയിൽ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ പൂർണ്ണമായും അങ്ങനെ ഒരു പരാജയ സാധ്യതയുള്ള മണ്ഡലത്തിൽ കൊണ്ട് നിർത്തില്ല. പിന്നീട് തൃശ്ശൂരിൽ അവർക്ക് ഉള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് താമര വിരിയിച്ച സുരേഷ് ഗോപി ആയിരിക്കാം. പക്ഷേ ഇപ്പൊ അങ്ങനെ ഒരു സാധ്യത തൃശ്ശൂരിൽ ഉണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അത് വളരെയധികം സംശയമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനേക്കാൾ ഒരു പത്മജ പലപ്പോഴായി പറയുന്നത് പോലെ സുരേഷ് ഗോപിയെ ന്യായീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പല വിഷയങ്ങളിൽ. ഇപ്പോൾ എയിംസ് കൊണ്ടുവരും മറ്റേ മോനെ എന്ന് വിളിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് മറ്റേ മോനെ എന്നല്ല അദ്ദേഹം വിളിച്ചത്, പൊന്നുമോനെ അല്ലെങ്കിൽ പൊന്നാര മോനെ എന്ന് ആ ഒരു അർത്ഥത്തിൽ വരെ നമ്മൾ പോലും അതിനെ വളരെ തമാശ രൂപേണ ചർച്ച ചെയ്തിട്ടുണ്ട്. പൊന്നുമോനെ എന്നൊക്കെ വിളിക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അത് ഇന്നർ മീനിങ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപി രാഷ്ട്രീയം പഠിച്ചു വരുന്ന ഒരാളാണ്. നിങ്ങൾ അദ്ദേഹം പറയുന്ന എല്ലാത്തിനെയും ഏറ്റി പിടിച്ചുകൊണ്ട് കുറ്റം മാത്രം പറയരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ തൃശ്ശൂർ ലക്ഷ്യം വെച്ചുകൊണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മുന്നിൽ നിന്ന് നയിക്കുകയാണെങ്കിൽ പത്മജയ്ക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു BJPയുടെയോ അല്ലെങ്കിൽ പത്മജയുടെയോ മാത്രമോ ഉള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കണം ഇപ്പോഴും സുരേഷ് ഗോപിയെ പുകഴ്ത്തി പറയാനും കൂടെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത്. തൃശ്ശൂരില് ഇപ്പൊ അവസാനം നമ്മൾ കണ്ട ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് തദ്ദേശമായിരുന്നു. തദ്ദേശ സമയത്ത് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന പാൻ ഇന്ത്യൻ സ്റ്റാറുകളെയൊക്കെയാണ് അന്ന് നമ്മളും സംസാരിച്ചിട്ടുണ്ടായിരുന്ന ചർച്ചയിൽ. ഖുഷ്ബുവിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് കങ്കണ വരുമായിരിക്കാം. കാരണം അങ്ങനത്തെ സ്റ്റാർ വാല്യൂ ഉള്ള അല്ലെങ്കിൽ സ്റ്റാർ ആക്ടേഴ്സിനെയൊക്കെയാണ് കൊണ്ടുവരുന്നത്, രംഗത്തേക്ക് ഇറക്കി പ്രചാരണം നടത്താൻ പോകുന്നത്. അപ്പോൾ സുരേഷ് ഗോപി മാത്രമായിരിക്കില്ല ഹർഷേ, പത്മജയ്ക്ക് വേണ്ടിയിട്ട് കങ്കണ വരുമായിരിക്കാം. അതേപോലെ തന്നെ നരേന്ദ്രമോദി എത്തുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്തായാലും എത്തും, ക്യാമ്പയിൻ നടത്തുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ സ്റ്റാറുകളുടെ ഒരു വൻ തേരോട്ടം തന്നെയായിരിക്കും ഈ പറയുന്ന സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. കാരണം പത്മജ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ഫേസ് വാല്യൂ ഉള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയപരമായി അവർക്ക് അത്ര സക്സസ്ഫുൾ അല്ല എങ്കിൽ അവർക്ക് ഈ ഒരു ഫേസ് വാല്യൂ ഉള്ളത് അവരുടെ ഒരു രാഷ്ട്രീയ കഴിവ് കൊണ്ടല്ല എന്നുള്ളത് നേതാവിന്റെ മകളാണ്. അതുപോലെ തന്നെ മുരളീധരൻ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ സഹോദരിയാണ്. പറയുന്നത് പോലെ കോൺഗ്രസ് പാർട്ടി അത്രത്തോളം നെഞ്ചോട് ചേർത്ത ഒരു പിതാവിന്റെ മകൾ BJPയിലേക്ക് പോയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെയാണ് പത്മജയ്ക്ക് ഫേസ് വാല്യൂ ഉള്ളത്. അല്ലാതെ പത്മജയുടെ BJP രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു മൈൽ സ്റ്റോൺ ആയി മാറിയത് ഒന്നുകൊണ്ടല്ല. അങ്ങനെയല്ല, 96 മുതൽ അവർ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ മത്സര രംഗത്തേക്കെല്ലാം അവർ 3 തവണ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പ്രചരണങ്ങൾക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് പത്മജ എന്ന് പറയുന്നത്. പക്ഷെ അത്തരത്തിലൊരു ഈ പറഞ്ഞ നാഴിക കല്ലൊന്നുമല്ല പത്മജ. അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം എടുത്ത് നോക്കുകയാണെങ്കിൽ പത്മജ ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് വേറെ ആരും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് ഈ പറയുന്ന രീതിയിൽ വർഷങ്ങളോളം ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാളെ പറിച്ചെടുത്ത് മറ്റൊരു പാർട്ടിയിലേക്ക് വെക്കുക എന്ന് പറയുന്നത് അത് അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടിയുടെ ഒരു സക്സസ് തന്നെയാണ്. കാരണം എന്തുകൊണ്ടായിരിക്കാം 10-24 വർഷം അല്ലെങ്കിൽ 25 വർഷങ്ങളോളം നിങ്ങൾ നിന്ന ഒരു പാർട്ടിയിൽ ഉപേക്ഷിച്ച് അതേപോലെ തന്നെ പാർട്ടി പാരമ്പര്യം, ഈ പറയുന്ന രാഷ്ട്രീയ പാരമ്പര്യം, അച്ഛൻ ഈ കോൺഗ്രസ്സുകാരനായിരുന്നു, അതേപോലെ സഹോദരൻ, അത്രയും വർഷങ്ങളോളം നിങ്ങൾക്ക് ആ പറയുന്ന പാരമ്പര്യത്തിൽ നിന്ന് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഈ പറയുന്ന BJPയിലേക്ക് വന്നത്? ചിലപ്പോൾ ഈ പറയുന്ന
തോൽവികൾ ഉള്ളത് കൊണ്ടും അതേപോലെ അധികാരമോഹമാണ് എന്നുള്ളത് കൃത്യമായി ഈ പറയുന്ന സീറ്റ് സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളുടെ ഒടുവിലാണ് ചർച്ചകളിലൊന്നും അങ്ങനെ നല്ല രീതിയിൽ അവസാനിക്കാത്തത് കൊണ്ട് തന്നെയാണ് പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയത്. ആ ചരിത്രമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ തൃശ്ശൂരിൽ നിങ്ങൾക്കുള്ള സാധ്യത അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. കാരണം ഈ പറയുന്ന അവസാന അല്ലെങ്കിൽ ഏറ്റവും വൻ ഭൂരിപക്ഷം BJP-ക്ക് പിടിച്ചെടുക്കാൻ പറ്റും സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ തന്നെയായിരുന്നു, ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ആ സമയത്ത് ഓപ്പോസിറ്റ് നിന്നിട്ടുണ്ടായിരുന്ന കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടും അതേപോലെ മന്ത്രിയായിരുന്ന സുനിൽകുമാർ ആയിരുന്നു CPM സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് രണ്ട് നല്ല നേതാക്കൾ തന്നെയായിരുന്നു. കോൺഗ്രസിന്റെ നേതാവാണെങ്കിലും മന്ത്രി സുനിൽകുമാറിനെ ആണെങ്കിലും ഇവരെയൊന്നും നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആ ഒരു സാഹചര്യത്തിൽ സുരേഷ് ഗോപി വമ്പൻ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിജയം എന്ന രീതിയിൽ വിജയം ഉണ്ടാകിൽ അല്ലെങ്കിൽ ജയിക്കാം, അല്ലെങ്കിൽ 2-3 വർഷങ്ങളായിട്ട് അയാൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടിൽ പോലും പോവാതെ തൃശ്ശൂരിൽ തമ്പടിച്ച് വർക്ക് ചെയ്തതാണ്. അതുകൊണ്ട് ജയം ഉണ്ടാകാം, പക്ഷെ അത്തരം ഒരു ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ഭൂരിപക്ഷം പത്മജയ്ക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അത്രത്തോളം നിങ്ങൾക്ക് ഡയലോഗ് ആയിരുന്നു, തൃശ്ശൂരുകാരെ എനിക്കറിയാം, അല്ലെങ്കിൽ തൃശ്ശൂരുകാർക്ക് എന്നെ അറിയാം നന്നായിട്ട്. അത് ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഈ പറയുന്ന പാർട്ടിക്കകത്ത് നിന്നിട്ടും നിങ്ങളെ അറിയാവുന്ന ഒരു തൃശ്ശൂരുകാരെ എന്തുകൊണ്ട് നിങ്ങളെ ജയിപ്പിച്ചില്ല? 2 തവണ നിങ്ങൾ മത്സര രംഗത്തേക്ക് ഇറങ്ങിയിട്ടും നിങ്ങൾ ജയിച്ചില്ല. അല്ല, അതിനവര് മറുപടി പറഞ്ഞു കഴിഞ്ഞു. കാര്യം അവര് പറയുന്നത് ഞാൻ പണിയെടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ അല്ലെങ്കിൽ എനിക്കെതിരെ നിങ്ങൾ പണിയാതിരുന്നാൽ മതി. വളരെ ചുരുക്കം ആളുകൾ തനിക്കെതിരെ നിന്ന് പണിയുന്നത് കൊണ്ടാണ് താൻ തോറ്റുപോകുന്നത് എന്നുള്ളത്. അവർ ആ ഒരു പാർട്ടിയൊക്കെ മാറിയില്ലേ? ഇപ്പൊ അവർ ആദ്യമായിട്ടാണ് മത്സര രംഗത്തേക്ക് BJP ടിക്കറ്റിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. അപ്പോ പത്മജ അവിടെ ജയിക്കണമെന്നുള്ളത് BJP-യുടെ തന്നെ ഒരു ആഗ്രഹമാവില്ല. ഇനിയിപ്പോ ആരാണ് അവരെ ഈ പറയുന്ന പുറകിൽ നിന്ന് കുത്താൻ പോകുന്നത്? ആരാണ് കട്ടപ്പയാവാൻ പോകുന്നത്? പക്ഷെ തൃശ്ശൂരിൽ ഇത്തരത്തിൽ BJP-ക്ക് ഒരു സ്ഥാനം എങ്ങനെയായിരിക്കും എന്നുള്ളത് വലിയൊരു സംശയം തന്നെയല്ലേ. കാരണം സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചുവെങ്കിൽ പോലും വളരെ വലിയൊരു പരാജയമാണ് അത്. അദ്ദേഹത്തെ അവിടെ തിരഞ്ഞെടുത്തതോടുകൂടി തൃശ്ശൂരിലുള്ള ജനങ്ങൾക്ക് BJP-യോട് തന്നെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ പത്മജ വേണുഗോപാൽ അവിടെ മത്സരിച്ചാലും വിജയ സാധ്യത എത്രത്തോളം ആയിരിക്കും? സുരേഷ് ഗോപി വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ആയിരിക്കാം മുന്നിൽ നിൽക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പ്രതിച്ഛായ ഒരുപാട് സുരേഷ് ഗോപിക്ക് ഇടിഞ്ഞു കഴിഞ്ഞു. അത് ഈ പറയുന്ന വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി എന്നതിന്റെ അപ്പുറത്തേക്കും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് വലിയ, അല്ലെങ്കിൽ അത് BJP-ക്കകത്ത് തന്നെ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ പാരമ്പര്യം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി സമരമുഖങ്ങൾ കണ്ട് അങ്ങനെ വളർന്നു വന്നൊരു നേതാവൊന്നും അല്ല. പൊടുന്നനെ ഈ പറയുന്ന ഫേസ് വാല്യൂ കൊണ്ട് അങ്ങനെ അങ്ങ് വന്ന ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കാം ഈ പറയുന്ന രീതിയിൽ അവിടെ നയിക്കാൻ പോകുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ അടുത്തൊരു അഭിമുഖം ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് തിരുവനന്തപുരം, അതേപോലെ തന്നെ ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് എന്നീ ജില്ലകളിലൊക്കെയാണ് ഈ പറയുന്ന രീതിയിൽ ഉറപ്പായും വിജയം, അല്ലെങ്കിൽ അതാണ് അവർ വർക്കിനകത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പത്തനംതിട്ടയിലും അവർ സാധ്യതകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ 4-5 ജില്ലകളാണ് അവർ പറയുന്നത്. അപ്പൊ തൃശ്ശൂരിൽ പത്മജ നിൽക്കുകയാണ് എങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നിൽ ഈ പറയുന്ന പ്രവർത്തിക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന പാൻ ഇന്ത്യൻ ആക്ടേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നരേന്ദ്രമോദി ക്യാമ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ പത്മജയെ ജയിപ്പിക്കുക എന്നൊരു ആവശ്യം എന്ന് പറയുന്നത് BJP-യുടെ തന്നെയാണ്. കാരണം അവർക്ക് തൃശ്ശൂർ മണ്ഡലം വേണം. അത് ഈ പറയുന്ന അധ്യക്ഷൻ തന്നെ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അത് പത്മജയോടുള്ള സ്നേഹം കൊണ്ടല്ല, പരാജയപ്പെട്ടു വന്ന പത്മജ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ എങ്ങനെയെങ്കിലും അവിടെ ജയിപ്പിക്കുക എന്ന് പറയുന്നത് അത് അവരൊരു മികച്ച പൊളിറ്റിക്കൽ നേതാവ് ആയതുകൊണ്ടല്ല. പക്ഷേ പത്മജയ്ക്ക് തോൽവിയാണ്, അല്ലെങ്കിൽ തോൽക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. കാരണം ഓപ്പോസിറ്റ് പ്രതിപക്ഷം നിൽക്കാൻ പോകുന്നത് ശക്തമായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരനാണെങ്കിൽ പക്ഷെ തൃശ്ശൂർ നിൽക്കാൻ പോകുന്നത് മികച്ചൊരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും കോൺഗ്രസിന്റെ. അതേപോലെ തന്നെ CPM-ന്റെ മന്ത്രിമാരെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സുനിൽകുമാറിന്റെ തന്നെ ചാൻസ് കാണുന്നുണ്ട്. സുനിൽകുമാർ വീണ്ടും അവിടെ മത്സരിക്കുകയാണെങ്കിൽ പത്മജയാണ് ഓപ്പോസിറ്റ് എങ്കിൽ സുനിൽകുമാറിനും അതേപോലെ ജയസാധ്യത കൂടുതലാണ്. തീർച്ചയായിട്ടും.